പലപ്പോഴും നമ്മുടെ കുട്ടികൾ സ്കൂളിൽ മദ്രസയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരെ കയ്യിൽ കാണുന്ന ഒരു സംഭവമാണ് നഖം വെട്ടുമ്പോൾ ഏതെങ്കിലും ഒന്ന് ബാക്കി നിർത്തും. ചിലപ്പോൾ ചെറുവിരൽ ബാക്കി ഉണ്ടാക്കും, ഇതിൽ മാത്രം നഖം ഇങ്ങനെ വളർത്തുക, അല്ലെങ്കിൽ പെരുവിരൽ ഇതിൽ മാത്രം നഖം ഇങ്ങനെ വളർത്തുന്ന ഒരു സ്വഭാവം. പ്രിയപ്പെട്ടവരെ, നഖം വെട്ടുകയാണെങ്കിൽ മുഴുവനായിട്ട് വെട്ടണം. ഏതെങ്കിലും ഒന്ന് നിർത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് നിർത്തുക, ഈ പരിപാടി കറാഹത്താണ്. അതൊരു ചെയ്യുന്ന പ്രവർത്തനം ശരിയല്ല. ഒന്നിരിക്കെ വെട്ടുന്ന സമയം ക്ലിയർ ആയിട്ട് എല്ലാം വെട്ടിയിരിക്കണം. അതല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ചില ആളുകളൊക്കെ ഉണ്ടാകും നഖം അല്പം വളർത്തി അവരുടെ ജോലിയുടെ ഭാഗമായിട്ട്. ഈ ടൈലർ ചെയ്യുന്ന ആളുകൾ, സ്റ്റിച്ചിടുന്ന ആളുകൾ, അവർക്ക് ശീലങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വരക്കേണ്ടി വരും. ഇങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ആയിക്കോട്ടെ. അതല്ലാതെ പൊതുവെ ഇന്നൊരു മോഡലായിട്ട് എന്തോ ഒരു പ്രത്യേകത പോലെ എല്ലാ നഖവും വെട്ടും, ചെറുതൊന്നിവിടെ ഒഴിച്ചിടും, അതിങ്ങനെ വളർത്തിയെടുക്കുന്ന ആളുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ഒരു വിരലിന്റെ ഇതിങ്ങനെ വളർത്തിയെടുക്കുന്ന ആളുകൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കറാഹത്താണ്. അതേപോലെ തന്നെ നഖം വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുഴിച്ചിടണം. കുഴിച്ചിടുക മാത്രമല്ല, നമ്മുടെ ശരീരം ആ വെട്ടിയ ഭാഗങ്ങൾ ശരിക്ക് കഴുകുകയും വേണം. കാലാവട്ടെ കൈയാകട്ടെ ഏത് നമ്മൾ വെട്ടുമ്പോഴും വേഗം വെട്ടിയ സ്ഥലങ്ങൾ, ഈ നഖത്തിന്റെ ഈ ഭാഗങ്ങൾ കഴുകുക, കട്ടർ കഴുകുക. ഇല്ലെങ്കിൽ ആ ഭാഗം കൊണ്ട്, വെട്ടിയ ഭാഗം കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ശരീരത്തിൽ സ്പർശിച്ചാൽ, വല്ല ചൊറിയുകയോ മാന്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് പാണ്ടിന്റെ അസുഖം വരും, വെള്ളപ്പാണ്ട് വരും. നമ്മൾ ശ്രദ്ധിക്കണം. മുമ്പൊരു വ്യക്തിയെ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ ചോദിച്ചിരുന്നു, ഇങ്ങനെ പാണ്ട് വന്നപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് ഇതാണ്: നഖം വെട്ടിയിട്ട് ചിലപ്പോൾ ഞാൻ കഴുകാറില്ല, അതുകൊണ്ട് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇതാക്കാറുണ്ട്, സ്പർശിക്കാറുണ്ട്. ഇത് കാരണമാണ് വെള്ളപ്പാണ്ട് വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഇമ്മത്തുകൾ, ഇമാമുമാർ കിതാബുകളിലും പറയുന്നുണ്ട്, നഖം വെട്ടിക്കഴിഞ്ഞാൽ വേഗം കഴുകണം, ഇല്ലെങ്കിൽ അതുകൊണ്ട് ഇന്നാലിന്ന പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് അവരും പറയുന്നുണ്ട്. ഏതായാലും ശ്രദ്ധിക്കുക, നഖം വളർത്തുന്ന ഒരു സ്വഭാവം നമുക്ക് പാടില്ല. അതേപോലെ തന്നെ വെട്ടിക്കഴിഞ്ഞാൽ വേഗം കഴുകുകയും വേണം. ശ്രദ്ധിക്കുമല്ലോ. മഅസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.